ഇങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ ഒരുപാട് ധീരത വേണം, ദൈവികമായ ധീരത. തൻ്റെ ഭർത്താവിൻ്റെ ഘാതകനോട് ക്ഷമിക്കുവാനുള്ള ആ കരുണ. ലോകമേറ്റെടുത്തിരിക്കുന്നു ചാർലി കിർക്കിൻ്റെ ഭാര്യ എറീക്കയുടെ വാക്കുകൾ. ഭർത്താവിനെ വെടിവെച്ചു കൊന്ന കേസിൽ പ്രതിയായ ചെറുപ്പക്കാരനോട് ക്ഷമിക്കുന്നു എന്ന്. ബൈബിൾ വചനം ഉദ്ധരിച്ചുകൊണ്ടാണ് എറീക്ക ഇതേക്കുറിച്ച് സംസാരിച്ചത്. എൻ്റെ ഭർത്താവ് ചാർലി അദ്ദേഹത്തിൻ്റെ ജീവനെടുത്ത ആളെപ്പോലുള്ളവരടക്കം ചെറുപ്പക്കാരെ രക്ഷിക്കാൻ അയാൾ ആഗ്രഹിച്ചിരുന്നു. ഓരോ ദിവസവും ചെയ്യാൻ കഴിയുന്നതിന് 100% അദ്ദേഹം ചെയ്തു. US സംസ്ഥാനമായ യൂട്ടായിൽ സർവകലാശാല ക്യാമ്പസിലെ സംവാദ പരിപാടിക്കിടെ ഈ മാസം 10-ാം തീയതിയാണ് കിർക്ക് വെടിയേറ്റ് മരിച്ചത്. കൊലക്കേസിൽ അറസ്റ്റിലായ ടൈലർ റോബിൻസണ് വധശിക്ഷ നൽകണം എന്ന് പ്രോസിക്യൂട്ടർമാർ ആവശ്യപ്പെട്ടിരിക്കുന്നു. എന്നാൽ അദ്ദേഹത്തോട് തൻ്റെ ഭർത്താവിനെ കൊന്നയാളോട് ക്ഷമിച്ചിരിക്കുന്നു എറീക്ക കിർക്ക്. ആദ്യമായല്ല ലോകം ഈ ക്രിസ്തീയ കരുണ ദർശിക്കുന്നത്. 1999 ഒറീസയിൽ വെച്ച് ക്രൂരമായി കൊല്ലപ്പെട്ട ഗ്രഹാം സ്റ്റെയിൻസിൻ്റെയും മക്കളുടെയും ഘാതകരോട് ക്ഷമിച്ച ഗ്ലാഡിസ് ഗ്രഹാം സ്റ്റെയിൻസിൻ്റെ വാക്കുകൾ അത് വീണ്ടും ഇവിടെ ആവർത്തിക്കുകയാണ്. തൻ്റെ ഭർത്താവിൻ്റെ രാജീവ് ഗാന്ധിയുടെ കൊലപാതകികൾക്ക് മാപ്പ് നൽകിയ സോണിയാഗാന്ധിയും ഇക്കൂട്ടത്തിൽപ്പെടുന്നു. ഉറ്റവരുടെ വേർപാടിൽ വിങ്ങിക്കരയുമ്പോഴും അവരുടെ ഘാതകരോട് ക്ഷമിക്കാനുള്ള കരുണ അത് പ്രകടിപ്പിച്ച ധീരരായ വ്യക്തികൾ ഇനിയുമുണ്ട്. സിസ്റ്റർ റാണി മരിയയുടെ ഘാതകനെ സ്വന്തം മകനായി കരുതി സ്വീകരിച്ച സിസ്റ്റർ റാണി മരിയയുടെ കുടുംബം, മലയാറ്റൂർ മുടിയിൽ വെച്ച് കൊല്ലപ്പെട്ട വൈദികന്റെ ഘാതകന് മാപ്പ് നൽകിയ ആ കുടുംബം, ഇതിനെല്ലാം ഒരു ക്രിസ്തീയ ധീരതയുടെ ദൈവിക കരുണയുടെ മുഖമുണ്ട്.